കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 15 റൺസിന് തോൽപ്പിച്ചു. ഞായറാഴ്ചയാണ് കലാശപ്പോര് നടക്കുക. മഹേഷ് പൂലൂരുണ്ട് വിവരങ്ങൾ നൽകാനായി. മഹേഷ്, വിശദാംശം. അജി, ഒരു ശക്തമായ മത്സരം തന്നെയാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസുമായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 20 ഓവറിൽ 186 റൺസ് നേടി. നിഖിൽ തോട്ടത്തിന്റെ അർദ്ധ സെഞ്ചുറിയാണ് ബ്ലൂ ടൈഗേഴ്സിന് തുണയായത്. ഒപ്പം തന്നെ മുഹമ്മദ് ആഷിഖ് കേവലം 10 പന്തുകൾ നേരിട്ട് 31 റൺസ് ആഷിഖ് നേടി. അതിൽ 3 സിക്സറുകളും 2 ബൗണ്ടറികളും ഉൾപ്പെടെ അതിവേഗം 30 റൺസ് നേടി. അതാണ് ഈ ഒരു കൂറ്റൻ സ്കോറിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയ സ്കോറിലേക്ക് കൊച്ചിയെ എത്തിച്ചത്. മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ പതർച്ചയാണ് കാലിക്കറ്റിനുണ്ടായത്. ക്യാപ്റ്റൻ രോഹൻ കുന്നുമലിന്റെ വിക്കറ്റ് 9 റൺസ് നേടുന്നതിനിടെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് നഷ്ടമായ. അമീർ ഷാ 12 പന്തിൽ 23 റൺസ് എടുത്ത് ഒന്ന് പൊരുതി നോക്കിയെങ്കിലും പിന്നീട് മുന്നോട്ടേക്ക് പോകാനും സാധിച്ചില്ല. അഖിൽ സ്കറിയാണ് ഒരു വലിയ പോരാട്ടം നടത്തിയത്. 72 റൺസ് അഖിൽ സ്കറിയ നേടി. പക്ഷെ അഖിൽ സ്കറിയക്ക് പിന്തുണ കൊടുക്കാൻ മറ്റു കാലിക്കറ്റിന്റെ ബാറ്റർമാർക്ക് ഒന്നും തന്നെ സാധിച്ചില്ല. മാത്രമല്ല, ബൗളിംഗിലും മുഹമ്മദ് ആഷിഖ് തിളങ്ങി. 3 നിർണായക വിക്കറ്റുകൾ മുഹമ്മദ് ആഷിഖ് നേടി. ഒപ്പം തന്നെ കൃഷ്ണദേവന്റെ, അതായത് കാലിക്കറ്റിന്റെ വെട്ടിക്കെട്ട് ബാറ്ററായ കൃഷ്ണദേവന്റെ ഒരു റൺ ഔട്ട്, അത് മുഹമ്മദ് ആഷിഖിന്റെ വകയായിരുന്നു. അപ്പോൾ മുഹമ്മദ് ആഷിഖിന്റെ ഒരു ഓൾറൗണ്ട് പ്രകടനമാണ് യഥാർത്ഥത്തിൽ കൊച്ചിക്ക് വലിയ ഒരു വിജയം സമ്മാനിച്ചിരിക്കുന്നത്. ഫൈനലിലേക്ക് വഴികാട്ടിയത് മുഹമ്മദ് ആഷിഖിന്റെ മിന്നുന്ന ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ്. ഞായറാഴ്ചയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫൈനൽ മത്സരം കൊല്ലം സെയിലേഴ്സും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തമ്മിൽ. അജി, ശരി. മഹേഷ് പൂലൂരാണ് വിവരങ്ങൾ നൽകിയത്.